നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സംസാരിച്ചു. ഇതിപ്പോ പുതിയ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾ മാരീഡ് അല്ലായിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഒരു ക്രഷ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ ഫ്യൂച്ചറിലെ റിലേഷൻഷിപ്പിലേക്ക് അത് മാറ്റാനുള്ള ഒരു ആഗ്രഹമുള്ള ആളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വളരെ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അയ്യോ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഈ കാര്യം നിങ്ങളുടെ വ്യക്തി ഹേർട്ട് ആയില്ല, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അവര് ഹേർട്ട് ആയിട്ടുണ്ടോ? കാരണം അവര് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളെ കാണുന്ന രീതി മാറും. അപ്പൊ ആ ഒരു റീഡിംഗ് ആണ് നോക്കുന്നത്. ഞാൻ പേഴ്സണൽ റീഡിംഗ് വന്നതാണ്, പേഴ്സണൽ റീഡിംഗ് എടുത്ത് കൊടുത്തു. അപ്പോ അങ്ങനെ ഒരു റീഡിംഗ് ജനറൽ ആയിട്ട് ഇട്ടാല് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമെന്ന ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. പക്ഷേ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കരുത് കേട്ടോ. അപ്പോ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു ശബ്ദം കൂടെ ചെയ്യാം. ഭഗവാനെ ഓം നമ ശിവായ. അപ്പോ ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ഇവിടെ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്ഫുടമായിട്ടും വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇട കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്, നിങ്ങൾ ഒരാളെ ചിലര് എന്താ പറയാ റിലേഷൻഷിപ്പിൽ വരുമ്പോ നമ്മള് സ്നേഹിക്കുന്ന വ്യക്തിയെ അകമഴിഞ്ഞ് സഹായിക്കും, എന്ത് കാര്യവും ചെയ്തു കൊടുക്കും, പൈസ ചോദിച്ചാൽ പൈസ കൊടുക്കും. പക്ഷെ നമ്മളെ എപ്പോഴും അപ്പൊ ചിലരുടെ മനസ്സിൽ നാളെ എന്റെ ഭാര്യ ആവാനുള്ള അല്ലെങ്കിൽ ഭർത്താവ് ആവാനുള്ള ആളാണ്, അപ്പൊ പിന്നെ കൊടുത്താൽ കുഴപ്പമില്ല എന്നൊരു ഇതിലാണ്. പക്ഷെ നാളെ ഒരിക്കൽ നമ്മളുടെ ജീവിതത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ നമ്മൾ അവരെ പഴിക്കുകയും ചെയ്യും. അപ്പൊ അത് പാടില്ല എന്നാണ് പറയുന്നത്. കൊടുക്കുമ്പോൾ നിങ്ങൾ നിസ്വാർത്ഥമായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത്, അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങള് ആ വ്യക്തിയോട് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരം ഉണ്ടായത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് സംസാരം ഉണ്ടായത്? നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് സംസാരം ഉണ്ടായത്? കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട്. വന്നതനുസരിച്ച് ഞങ്ങൾ വെക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ഈ വ്യക്തി നിങ്ങളോട് എന്തിനെ കുറിച്ചോ സംസാരിച്ചപ്പോ അതിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ. നിങ്ങൾ പറഞ്ഞത് വ്യക്തിക്ക് മനസ്സിലായില്ല. ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ അതേ വേവ് ലെങ്തിലാണെന്ന് ആ വ്യക്തിക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കില്ലേ? ചിലപ്പോൾ നമ്മൾ നമ്മളുടെ മമ്മിമാരോട്, ഡാഡിമാരോട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോട്, നമ്മളെക്കാൾ ഇളയ ആളുകളോട് ഒക്കെ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഗേൾഫ്രണ്ടിനോട്, ബോയ്ഫ്രണ്ടോ, ഹസ്ബൻഡ്, വൈഫ് ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുമ്പോൾ അവര് നമ്മൾ പറയുന്ന കാര്യം അപ്പൊ തന്നെ പിടിച്ചെടുക്കണം എന്നൊരു ചിന്തയിൽ നമ്മൾ സംസാരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാകാതെ നമുക്ക് ദേഷ്യം വരും. അതെന്താ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അവർക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. അപ്പൊ നിങ്ങൾ ഇത്തിരി ക്രൂരമായിട്ടാണ് അവരോട് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ, ഇത്രയും ബുദ്ധിയില്ലേ, ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് അവരുടെ മേലിട്ട് കയറിയിട്ടുണ്ടാവും. അത് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയത് നിങ്ങൾ അതിൽ നിന്ന് അൺസ്റ്റക്ക് ആവാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോ അത് നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ഈ റിലേഷൻഷിപ്പ് നമുക്ക് വേണോ വേണ്ടയോ എന്ന ഒരു ചിന്ത. ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. ഹാങ്ഡ് മാൻ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്റെ ചിന്ത ശരിയല്ല, ചിലപ്പോൾ അവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വ്യൂ പോയിന്റ് കൂടെ മനസ്സിലായാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്നൊരു ചിന്ത ഉള്ള ഒരാള്
പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മാറി സംസാരിച്ചപ്പോൾ. നിങ്ങൾ അവരുടെ ഒന്നും ഒപ്പീനിയൻ ആക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നടിച്ചു പറഞ്ഞു. അത് മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ അത്രയും നാളും നിങ്ങൾ ചിലപ്പോൾ 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഒരുവിധം ഒരു കണക്കിന് നിങ്ങൾ 2 റിലേഷൻഷിപ്പും സൂക്ഷിച്ച് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഒരു തീരുമാനമെടുത്തു, ഒരെണ്ണം വിട്ടുകളയാം, ആ സിറ്റുവേഷൻ എനിക്ക് ഉപകാരപ്രദമല്ല, എനിക്ക് അല്ലെങ്കിൽ കൂടുതൽ ഭാരമാകുന്നു, അതുകൊണ്ട് ആ സിറ്റുവേഷൻ ഞാൻ വിട്ടുകളയാൻ പോകുകയാണ് എന്ന കാര്യം നിങ്ങൾ ആരോടോ പറഞ്ഞു. നാലാമത്തേത് വരുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയും. ക്വീൻ ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിയും ബോധവും ഉള്ള, ലോജിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുന്ന, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആരെയും മുഷിപ്പിക്കാതെ നോക്കുന്ന ഒരു എനർജിയാണ്. കരിയറും ഫാമിലിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പക്ഷേ നിങ്ങള് ചിലപ്പോ നിങ്ങളുടെ വ്യക്തിയോട് എന്താ പറയാ, ഇനി ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊരു മനസ്സിനൊരു ഇത് വന്നു, എനിക്ക് വയ്യ ഇത് എന്നൊരു ചിന്ത വന്നോ, അങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോ നിങ്ങളത് തുറന്നു പറഞ്ഞു. ഞാൻ ഇത്രയും നാളും നിങ്ങളെ മുതുകത്ത് ചുമന്ന് നടന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആരോടും. നാലാമത്തെ കാർഡ് നിങ്ങൾ മറച്ചു വെച്ചിരുന്ന സ്നേഹം നിങ്ങൾ തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞു. നിങ്ങളത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ സമയമായിട്ടുണ്ടാവില്ല ഒരു കമ്മിറ്റ്മെന്റിന്, അല്ലെങ്കിൽ വിവാഹം ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥന നടത്താൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ അവരോട് തുറന്നടിച്ചു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കരമായ ഇമോഷണൽ ഹേർട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. മൂൺ കാർഡ്, നിങ്ങൾ കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, അത് ആർക്കോ മനസ്സിലായി, നിങ്ങൾ കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ആ വ്യക്തി കണ്ടുപിടിച്ചപ്പോ, അവര് നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ അവരോട് കുറച്ച് റൂഡായിട്ടായിരിക്കും സംസാരിച്ചത്. അടുത്തത് നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ചിലപ്പോ അതിനെക്കുറിച്ച് ചിലപ്പോ അവരെന്തെങ്കിലും ഒരു നിങ്ങളോട് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യണ്ട, അവരോട് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടത് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എടുത്തടിച്ച പോലെ അത് ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. എട്ടാമത്തെ കാർഡാണിത്, ചാരിയറ്റ് കാർഡ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്, കുറച്ച് കൺട്രോളിങ് ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ് ചാരിയറ്റ്. അപ്പോ നിങ്ങൾ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു കാര്യത്തിന് വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യമായിരിക്കാം, എന്തോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോ, ഇവിടെയും ഇത് പലരുടെ എനർജിയാണ്. ഈ ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേരാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് നേരത്തെ നിങ്ങൾ സംബന്ധിച്ച ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. വ്യക്തി എന്നാ പിന്നെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ് നിങ്ങളോട് വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളോട് പറ്റില്ല, ഞാൻ മനസ്സ് മാറ്റി, ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ വ്യക്തി ഹേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ സോഡിയാക് സൈൻസ് വന്നുള്ള ക്യാൻസർ, ഭയങ്കര ഇമോഷണൽ ആയ എനർജിയാണ് ക്യാൻസർ, ലിയോ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് സാധാരണ കാപ്രിക്കോൺ എനർജി ആയിട്ടാണ് വരിക. 2 ഓഫ് പെന്റക്കിൾസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഹാങ്ഡ് മാൻ പൈസസ് ആണ്. സൺ കാർഡ് റിവേഴ്സ് ആണ്, ലിയോ ആണ്. 2 ലിയോ ഉണ്ട് ഇവിടെ. ക്യാൻസർ പൈസസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, ലിയോവും അതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചൊരു ഇമോഷണൽ പ്രശ്നങ്ങൾ ഉള്ള പോലെ കാണിക്കുന്നുണ്ട്. ഇത് ആരുടെയൊക്കെ എനർജിയാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ കൊണ്ട് ഇവരെ ഹേർട്ട് ആയോ എന്ന് ചോദിക്കുമ്പം ഒരു കാർഡ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, യെസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ ഹേർട്ട് അവർ ഇമോഷണലി അല്ല ഹേർട്ട് ആയിരിക്കുന്നത്, ഇവരുടെ ഈഗോ ആണ്. എല്ലാവർക്കും ഈഗോ ഉണ്ട് അല്ലെ? ഈഗോ ചിലര് എവിടെ കാണിക്കണമെന്ന് ചിലർക്ക് അറിയാം, ഈഗോ ചിലർക്ക് എവിടെ കാണിക്കണമെന്നില്ല. ഈഗോ ഉള്ളവരാണ് ഏത് സിറ്റുവേഷൻ, ഒരു സ്ട്രേഞ്ചർ, ഒരു പരിചയമില്ലാത്ത ആളോട് പോലും ഈഗോ കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാ വ്യക്തികളും ഈഗോ നല്ലോണമുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഇവരുടെ ഈഗോ ആണ് ഹേർട്ടായിരിക്കുന്നത്, വളരെയധികം ഹേർട്ടായിട്ടുണ്ട്, ഇവരുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്തായാലും ഇവര് ഹേർട്ടായിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്.
വളരെ ഈഗോ ഉള്ള എനർജീസ് ആണ് എല്ലാവരും എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഈഗോ ഉള്ളവരാണ്. പൈസസ് ഈഗോ ഉണ്ടെങ്കിലും പുറത്ത് ഈഗോ എന്ന് പറഞ്ഞാല് നമ്മള് സെൽഫ് റെസ്പെക്ട് ആണ്. ഒരാള് പരസ്യമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുക, ഒരാള് നമ്മളെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് കാല് മാറുക, ഇതൊന്നും പൊതുവെ 90% ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ 100% ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലര് കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും ഉള്ളിൽ അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇവിടെ എല്ലാവരും പല സോഡിയാക് സൈൻ ആണ് വന്നിട്ടുള്ളതെങ്കിലും നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങൾ കൊണ്ട് എല്ലാവരും ഹേർട്ട് ആയിട്ടുണ്ട്, എല്ലാവരുടെയും ഈഗോ ഹേർട്ട് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവരിനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവരിനി എന്ത് ചെയ്യും, അവരിനി എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോ റിലേഷൻഷിപ്പില് അവര് അത്ര വലിയ ആക്ഷൻ ഒന്നും എടുക്കാം തൽക്കാലത്തേക്ക് അവരോ ഇപ്രാവശ്യത്തേക്ക് നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടാവാം. കാരണം ഇതെല്ലാം ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അവർ ഒരു ആക്ഷനും എടുക്കില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കാം, ചിലപ്പോൾ ഇവർക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ടാവാം. ഇത് സാധാരണയായിട്ട് നിങ്ങൾ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് അംഗീകരിച്ച് തരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പെരുമാറിയ എന്തെങ്കിലും ഒരിക്കലും ഇവര് നിങ്ങൾക്ക് പണി തരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഇപ്രാവശ്യം ഇവര് ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇവര് ഹാപ്പി അല്ല, ഒട്ടും ഹാപ്പി അല്ല, പക്ഷെ ഒരു ആക്ഷനും എടുക്കില്ല. ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നവരാന്ന് വെച്ചാല് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ആക്ഷനും എടുക്കില്ല എന്നാണ് പറയുന്നത്. പേജ് ഓഫ് വാൻസ് റിവേഴ്സ്, പേജ് ഓഫ് വാൻസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് പറയുന്നത്. ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ ഇമ്മെച്ചുവേർഡ് ആയ എനർജി ആണ്, പക്ഷേ അത് കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് പെരുമാറും. എന്ന് വെച്ചാൽ നിങ്ങൾ മെച്യൂരിറ്റി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഇവര് നിങ്ങളോട് മെച്ചുവേർഡ് ആയിട്ട് പെരുമാറും എന്നാണ് പറയുന്നത്. അപ്പോ ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആള് ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്, ഭയങ്കര സെൽഫിഷ് ആയിട്ട് പെരുമാറുന്ന, ആരുടെയും സ്നേഹത്തിനും കൺസിഡറേഷനും ഒന്നും വില കൊടുക്കാത്ത ഒരാള്. അപ്പോ ആ ഒരാള് ഞങ്ങളോടെല്ലാം വഴക്കിടും, അയാളുടെ ആവശ്യത്തിന് ഞങ്ങളെ വേണം. അപ്പൊ അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഒരിക്കൽ ഇങ്ങനെയെല്ലാം പെരുമാറിയെങ്കിലും ഞങ്ങളെല്ലാം കൂടെ അവൾക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തുള്ള ബർത്ത്ഡേക്ക്. അപ്പൊ അവള് തന്നെ ഞങ്ങളോട് ചോദിച്ചു, ഞാൻ ഇത്രയും വഷളായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ മാറ്റി നിർത്താത്ത എന്താന്ന് വെച്ചപ്പോ എന്റെ വേറൊരു ഫ്രണ്ട്, കുറച്ചും കൂടെ ഇന്റലിജന്റ് ആയ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ വളരെ ഇമ്മച്ചുവേർഡ് ആണ്, നീ കുട്ടിയാണ്, ഞങ്ങൾ നിന്നെ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തികള് നിങ്ങളെ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്, കുറച്ചും കൂടെ മെച്ചുവേർഡ് ആവാനുണ്ട് നിങ്ങള്. അപ്പൊ അതിനുള്ള സമയം തരികയാണ്. അവരുടെ ഈഗോയും അവര് ഇമോഷണലി ഹേർട്ട് ആയാൽ തന്നെ അവര് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഇപ്രാവശ്യം ക്ഷമ തന്നിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.